ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തുവിടാനുള്ള തീരുമാനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈനെതിരായിട്ടുള്ള പുതിയ തെളിവുകൾ പുറത്തുവിടാൻ അമേരിക്ക തയ്യാറാകുന്നു. ഇത് സംബന്ധിച്ച തീരുമാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. എപ്സ്റ്റൈൻ സംഭവങ്ങളിൽ ബന്ധമുള്ള എല്ലാ ഫയലുകളും 30 ദിവസത്തിനുള്ളിൽ പുറത്തുവിടാനാണ് തീരുമാനം. സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് തന്നെയാണ് ജെഫ്രി എപ്സ്റ്റൈനെതിരായിട്ടുള്ള തെളിവുകൾ പുറത്തുവിടുന്നത് വ്യക്തമാക്കിയത്. രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ നടപടിയിൽ അമേരിക്കൻ സെനറ്റിന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എപ്സ്റ്റൈൻ പാർട്ടികൾ സംഘടിപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച കേസുകളിൽ ട്രംപിനും പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വ്യാപകമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഫയലുകൾ പുറത്തുവിടാൻ നടപടി സ്വീകരിച്ചത്. ട്രംപ് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ഇതിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ മുമ്പ് തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ആരാണ് ജെഫ്രി എപ്സ്റ്റൈൻ? ഒരു അമേരിക്കൻ ധനികനായ ബിസിനസ്മാനും സാമൂഹിക പ്രവർത്തകനും ലൈംഗിക കുറ്റവാളിയുമായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ. 1953 ജനുവരി മാസം 20 ജനിച്ച ജെഫ്രി 1980കളിലാണ് ബിസിനസ് ആരംഭിക്കുന്നത്. ധനകാര്യ, വിദ്യാഭ്യാസ, മറ്റു മേഖലകളിൽ സുപ്രധാന വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ജെഫ്രി. 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് 2005 അദ്ദേഹം അറസ്റ്റിലാകും. ഫ്ലോറിഡയിലെ പാർക്ക്ലാൻഡ് കൗണ്ടി സെൻട്രൽ ജയിലിൽ 13 മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ച അദ്ദേഹം 2008 പുറത്തിറങ്ങും. ഫെഡറൽ സർക്കാരിലുള്ള ഇയാളുടെ സ്വാധീനമാണ് ഇത്ര വേഗം ജയിൽ മോചിതനാകാൻ കാരണമെന്ന വിമർശനം അക്കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നു. 2019 എപ്സ്റ്റൈൻ വീണ്ടും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ആരോപണം നേരിടുന്നു. അദ്ദേഹം ഫെഡറൽ ജയിലിൽ റിമാൻഡിലാകുന്നു. 2020 നടക്കാനിരിക്കുന്ന വിചാരണയ്ക്കായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ 2019 ഓഗസ്റ്റ് 10 എപ്സ്റ്റൈനെ തന്റെ ജയിൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ചിലർ സംശയം പ്രകടിപ്പിച്ചു. എപ്സ്റ്റൈന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ഗാർസിയ മാർട്ടിൻ ഗാൽവസും അലീസ ലെസി മാർട്ടിനും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പങ്കാളിത്തത്തിന് കുറ്റക്കാരികളായി കണ്ടെത്തുന്നു. കോടതി രേഖകളിൽ മാത്രം പരാമർശിക്കുന്ന പ്രമുഖർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നിരവധിയാണ്. ഹോളിവുഡ് നടനും ഓസ്കാർ ജേതാവുമായിട്ടുള്ള ലിയാനോ ഡികാപ്രിയോ, ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, മറ്റൊന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, ദീർഘകാലം അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ഡഗ് ബാൻഡ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ, അന്തരിച്ച പോപ്പ് താരം മൈക്കിൾ ജാക്സൺ, ഗൂഗിളിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സെർജി ബ്രിൻ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മജീഷ്യൻ ഡേവിഡ് കോപ്പർഫീൽഡ്, മറ്റൊന്ന് US-ലെ ശതകോടീശ്വരനായ ഗ്ലെൻ ഡ്യൂബിൻ. ഇനിയുമുണ്ട് ഫ്രഞ്ച് മോഡലിംഗ് ഏജന്റായിട്ട് ശതകോടീശ്വരന്മാർ എത്രയോ പേർ. അതിലൊരാളാണ് ജീൻ ലെക് ബ്രൂനൽ, ഹാർവാർഡ് പ്രൊഫസറിന്റെ അലൻ ഡെർഷോവിറ്റ്സ്, മുൻ US പ്രസിഡന്റ് ബാരാക് ഒബാമയുടെ അടുത്ത ആളായിരുന്നു വില്യം ജെ ബേൺസ്, ഭാഷാ പണ്ഡിതനായിട്ടുള്ള നോം ചോസ്കി, ഹോളിവുഡ് നടി കാമറൂൺ ഡയസ്. ഇങ്ങനെ എടുത്തു പറയുവാൻ ഒട്ടനവധി പേരുകൾ. ഓസ്ട്രേലിയൻ നടി കേറ്റ് ബ്ലാൻചെറ്റും അമേരിക്കൻ നടൻ കെവിൻ സ്പേസി തുടങ്ങിയവരടക്കം ആ രേഖകളിൽ ഈ പറയുന്ന പോലെ പരാമർശിക്കപ്പെടുന്ന പേരുകളാണ്, പ്രമുഖരാണ്. ഇവരെല്ലാവരും ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കോടതി രേഖകൾ പറയുന്നില്ല. പക്ഷെ അതേസമയം ജെഫ്രി എപ്സ്റ്റൈനുമായി ഇവരെല്ലാവരും ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പലരും ജെഫ്രിയുടെ വിവാദ ദ്വീപ് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വിവാദ ദ്വീപ്? ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപ്. ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് അമേരിക്കൻ ഐക്യനാടുകളിലെ വെർജിൻ ദ്വീപുകളുടെ ഭാഗമാണ്. 75 ഏക്കറാണ് ദ്വീപിന്റെ വിസ്തീർണം എന്ന് പറയപ്പെടുന്നത്. അമേരിക്കയുടെ തെക്ക് കിഴക്കാട്ട് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ദ്വീപിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. കൊടീശ്വരനായിട്ടുള്ള ആർക്കമിൻ ആയിരുന്നു ദ്വീപിന്റെ ഉടമസ്ഥൻ. 1998 ജെഫ്രി എപ്സ്റ്റൈൻ ഈ ദ്വീപ് വാങ്ങുകയും തന്റെ ലൈംഗിക ചൂഷണത്തിന്റെ കേന്ദ്രമാക്കി ഇത് മാറ്റുകയും ചെയ്തു. 1998 ഏപ്രിലാണ് ജെഫ്രി എപ്സ്റ്റൈൻ ഇവിടെ LSJ LLC എന്ന കമ്പനി ഈ ദ്വീപ് $7.95 ദശലക്ഷം വാങ്ങിക്കൂട്ടിയത് എന്നുള്ളതാണ്. ജെഫ്രി എപ്സ്റ്റൈൻ തന്റെ താമസ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതായി കണ്ടിരുന്നത് ഈ ദ്വീപിനെയാണ്. അതുകൊണ്ടാണ് ജെഫ്രി എപ്സ്റ്റൈൻ ലിറ്റിൽ ജെയിംസ് ദ്വീപിനെ ലിറ്റിൽ സെയിന്റ് ജെഫ് എന്ന പേരിൽ വിളിച്ചിരുന്നത്. എന്നാൽ അവിടെ നടക്കുന്ന വൃത്തികേടുകൾ അറിയാവുന്നവർ ആ ദ്വീപിനെ വിളിച്ചിരുന്നത് പീഡോഫിൽ ഐലൻഡ് എന്നായിരുന്നു. അതായത് ശിശു പീഡകരുടെ ദ്വീപ് എന്ന്. ഐലൻഡ് ഓഫ് സിൻ, പാപങ്ങളുടെ ദ്വീപ് എന്നും പറയപ്പെടുന്നു. ഓർഗി ഐലൻഡ്, എപ്സ്റ്റൈൻ ഐലൻഡ് എന്നിങ്ങനെ പല പേരുകളിൽ ഈ ദ്വീപ് അറിയപ്പെട്ടിരുന്നു. എപ്സ്റ്റൈനും അദ്ദേഹത്തിന്റെ സഹായികളും ഈ ദ്വീപിലേക്ക് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ എത്തിച്ച് പല പ്രമുഖരുടെയും ലൈംഗിക വൈകൃതങ്ങൾക്ക് എറിഞ്ഞു നൽകി എന്ന് ആരോപിക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു വീട്, 3 ഗസ്റ്റ് ഹൗസുകൾ, ജീവനക്കാർക്കുള്ള വസതി, ജലശുദ്ധീകരണത്തിനുള്ള യൂണിറ്റ്, ഹെലിപ്പാഡ്, ബോട്ടുകൾ അടുപ്പിക്കുവാനുള്ള ഡോക്ക് അടക്കം ഈ ദ്വീപിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ചതുരപ്പെട്ടിയുടെ ആകൃതിയിൽ മുകളിൽ താഴികക്കുളമുള്ള ഒരു കെട്ടിടവും ഈ ദ്വീപിലുണ്ട്. എന്നാൽ ഇത് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് വ്യക്തമല്ല എന്നതാണ്. ജെഫ്രി എപ്സ്റ്റൈൻ ഈ ദ്വീപിൽ സ്ഥിരമായി സെക്സ് പാർട്ടികൾ നടത്താറുണ്ട്.
12നും 17നും ഇടയിൽ പ്രായമുള്ള നിരവധി പെൺകുട്ടികളെ ഇയാൾ ദ്വീപിലേക്ക് കടത്തിയിട്ടുണ്ട്. വിമാനത്തിലും ഹെലികോപ്റ്ററിലും ബോട്ടിലുമായിട്ടാണ് ഇയാൾ പെൺകുട്ടികളെ ദ്വീപിൽ എത്തിച്ചിരുന്നത്. ജെഫ്രി എപ്സ്റ്റൈന്റെ സ്വകാര്യ വിമാനത്തിൽ 11 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് US വെർജിൻ ഐലൻഡിലെ എയർ ട്രാഫിക് കൺട്രോളർമാർ അടക്കം കോടതിയിൽ മൊഴി നൽകിയിട്ടുമുണ്ട്. അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി കോടതി രേഖകൾ പറയുകയും ചെയ്തു. 2019 എപ്സ്റ്റൈൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തതിനു ശേഷം ഈ ദ്വീപ് ഒരു പ്രധാന വിവാദമായി മാറി. 2023 സ്റ്റീഫൻ ഡെക്കോഫ് എന്ന ശതകോടീശ്വരൻ ഈ ദ്വീപ് വാങ്ങുകയും ഒരു റിസോർട്ടായി മാറ്റാൻ പദ്ധതിയിടുകയും ചെയ്തു. വിവാദങ്ങൾക്കും എപ്സ്റ്റൈന്റെ മരണത്തിനുമൊടുവിൽ 2023 മെയിൽ ശതകോടീശ്വരനും ബ്ലാക്ക് ഡയമണ്ട് ക്യാപിറ്റൽ മാനേജ്മെന്റ് സ്ഥാപകനുമായിട്ടുള്ള സ്റ്റീഫൻ ഡെക്കോഫിന്റെ SD ഇൻവെസ്റ്റ്മെന്റ് ഈ ദ്വീപ് $60 ദശലക്ഷം സ്വന്തമാക്കി. ഈ പണത്തിന്റെ ഭൂരിഭാഗവും എപ്സ്റ്റൈൻ ഇരകളായിരുന്നവർക്ക് നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു. സത്യത്തിൽ ജെഫ്രി രേഖകൾ എന്ന് പറയപ്പെടുന്നത് ജെഫ്രി എപ്സ്റ്റൈന്റെ ലൈംഗിക പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് US ഡിസ്ട്രിക്ട് കോടതി പുറത്തുവിട്ട ഒരു കൂട്ടം കോടതി രേഖകളാണ് ഈ ജെഫ്രി രേഖകൾ എന്നറിയപ്പെടുന്നത്. രേഖകളിൽ എപ്സ്റ്റൈന്റെയും അയാളുടെ സുഹൃത്തുക്കളുടെയും സഹായികളുടെയും ലൈംഗിക ദുരുപയോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. രേഖകൾ പുറത്തു വന്നതിന് ശേഷം എപ്സ്റ്റൈന്റെയും അയാളുടെ സഹായികളുടെയും നിരവധി സുഹൃത്തുക്കളും പങ്കാളികളും ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിട്ടു. ഇവരിൽ പ്രമുഖ വ്യക്തികൾ അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജെഫ്രി രേഖകളിൽ ഉൾപ്പെടുന്ന പ്രധാന വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇതാണ്. കണ്ടുകൊള്ളൂ. കൂട്ടിക്കൊടുപ്പുകാരിയായിട്ടുള്ള കാമുകിമാരടക്കം ജെഫ്രി എപ്സ്റ്റൈന്റെ ലൈംഗിക വൈകൃതങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കാളികളാവുകയും സാക്ഷിയാകുകയും ചെയ്തത് ഒരു യുവതിയായിരുന്നു. ജെഫ്രി എപ്സ്റ്റൈന്റെ കാമുകിയായിട്ടുള്ള ഗിലൈൻ മാക്സ്വെൽ. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതത്തിനുടമയായ ഗിലൈൻ മാക്സ്വെൽ ആയിരുന്നു എപ്സ്റ്റൈന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ എല്ലാം പങ്കാളി. മാധ്യമ ഭീമനും ബ്രിട്ടീഷ് എംപിയുമായിരുന്ന റോബർട്ട് മാക്സ്വെലിന്റെ മകളായിരുന്നു ഗിലൈൻ മാക്സ്വെൽ. ജനിച്ചത് പാരീസിലാണെങ്കിലും ഗിലൈൻ വളർന്നത് ബ്രിട്ടനിലായിരുന്നു. ജെഫ്രി എപ്സ്റ്റൈനെ മകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് പിതാവ് തന്നെയായിരുന്നു. 1991 തട്ടിപ്പിൽ ആരോപണ വിധേയനായ റോബർട്ട് ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ബോട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ യുവതി എപ്സ്റ്റൈനുമായിട്ട് കൂടുതൽ അടുത്തത് എന്നുള്ളത്. പിന്നീട് എപ്സ്റ്റൈൻ സംഘടിപ്പിക്കുന്ന എല്ലാ പാർട്ടികളിലും ഗിലാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ക്രമേണ എപ്സ്റ്റൈന്റെ ജീവിത പങ്കാളിയായി ഗിലൈൻ മാറുകയായിരുന്നു. തന്നെക്കാൾ 10 വയസ്സ് കൂടുതലുള്ള എപ്സ്റ്റൈന്റെ ശക്തി ദൗർബല്യങ്ങൾ നന്നായി മനസ്സിലാക്കിയവളായിരുന്നു ഗിലൈൻ. വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എപ്സ്റ്റൈൻ എന്ന് മനസ്സിലാക്കിയ യുവതിയുടെ പിന്നീടുള്ള ജീവിതം കാമുകന് വേണ്ടി പെൺകുട്ടികളെ കണ്ടെത്തുന്നതിനും അവരെ എപ്സ്റ്റൈന്റെ കിടപ്പറയിൽ എത്തിക്കുന്നതിനും കാമുകന്റെ ലൈംഗിക ബന്ധങ്ങൾക്ക് സാക്ഷിയാകുന്നതിനും അതിൽ പങ്കാളിയാകുന്നതിനും വേണ്ടിയായിരുന്നു. ലൈംഗികതയാണ് എപ്സ്റ്റൈന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് എന്ന് അറിയാവുന്ന ഗിലൈൻ സിനിമയിലും മോഡലിംഗിലും മോഹന വാഗ്ദാനങ്ങൾ നൽകി കൂടുതൽ പെൺകുട്ടികളെ എപ്സ്റ്റൈന്റെ കിടപ്പറയിൽ എത്തിച്ചു. കാമുകൻ മറ്റു പെൺകുട്ടികളുമായി സെക്സിൽ ഏർപ്പെടുമ്പോൾ ഗിലൈൻ കാഴ്ചക്കാരിയായി നിൽക്കുകയും ചെയ്തു. ചില അവസരങ്ങളിൽ അവരതിൽ പങ്കാളിയാവുകയും ചെയ്തു. 2010 ശേഷമാണ് ഗിലൈനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നത് എന്നതാണ്. 2015 ഒരു യുവതിയുടെ പരാതിയിൽ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പ്രായപൂർത്തിയാകാത്ത തന്നെ ഗിലൈൻ ജോലിക്കെടുത്തു. ക്രമേണ എപ്സ്റ്റൈനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചു. അയാളുടെ എല്ലാ രീതിവൈകൃതങ്ങൾക്കും തന്നെ ഇരയാക്കി എന്ന് യുവതി ആരോപിക്കുന്നു. 2015 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഗിലൈനും എപ്സ്റ്റൈനുമെതിരെ ഒരു ഡസനിലേറെ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നു. അതിൽ പ്രിൻസ് ആൻഡ്രൂ അടക്കമുള്ള പ്രമുഖരുടെ പേരുകൾ അടക്കം പരാമർശിച്ചിരുന്നതാണ്. ജെഫ്രി എപ്സ്റ്റൈന്റെ പീഡോഫൈൽ ദ്വീപിലേക്ക് യാത്ര ചെയ്ത റഷ്യൻ മോഡലിന്റെ ദുരൂഹ മരണവും വീണ്ടും ചർച്ചകൾ നിറഞ്ഞു. റഷ്യൻ മോഡലായിട്ടുള്ള റസ്ലാന കോഷ്നോവ 2008 ന്യൂയോർക്കിലെ ആഡംബര അപ്പാർട്ട്മെന്റിൽ വെച്ച് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. അതിനും 2 വർഷം മുമ്പാണ് യുവതി തന്റെ 18ാമത്തെ വയസ്സിൽ എപ്സ്റ്റൈനൊപ്പം അയാളുടെ വിവാദ ദ്വീപ് സന്ദർശിച്ചത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതി രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റൈന്റെ ലോലിറ്റ എക്സ്പ്രസ് വിമാനത്തിൽ യുവതി ദ്വീപിലേക്ക് യാത്ര ചെയ്തതും അന്ന് 18 വയസ്സായിരുന്നു കോഷ്നോവയുടെ പ്രായം. 2006 ജൂൺ 7 കോഷ്നോവ എപ്സ്റ്റൈന്റെ വിമാനത്തിൽ യാത്ര ചെയ്തത് എന്നാണ് യാത്രാ രേഖകളിൽ വ്യക്തമാക്കുന്നത്. ഇരുവർക്കും പുറമെ എപ്സ്റ്റൈന്റെ ബോഡി ഗാർഡും പാചകക്കാരനും സഹായിയും ഒക്കെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതേസമയം എപ്സ്റ്റൈനൊപ്പം ദ്വീപിലെത്തിയ ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നതിൽ ഒരു തരത്തിലുമുള്ള രേഖകളോ വിവരങ്ങളോ ഇല്ല എന്നതാണ്. എപ്സ്റ്റൈനൊപ്പം ദ്വീപ് സന്ദർശിച്ച 2 വർഷത്തിന് ശേഷമായിരുന്നു കോഷ്നോവയുടെ ആത്മഹത്യ. DKNY, മാർക്ക് ജോക്കബ്സ് എന്ന് പറയപ്പെടുന്ന തുടങ്ങിയ ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മോഡലായിരുന്നു കോഷ്നോവ. 2008 ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റ് അപ്പാർട്ട്മെന്റിലെ 9ാം നിലയിൽ നിന്ന് ചാടിയാണ് കോഷ്നോവ അന്ന് ജീവനൊടുക്കിയത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ തുടങ്ങി ലോകം ആരാധിക്കുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് വരെയുള്ള പേരുകളാണ് കോടതി രേഖകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റൈന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന പീഡോഫിൽ ദ്വീപ് അഥവാ ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപ്, ആ ദ്വീപിൽ യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും പങ്കെടുക്കുന്ന സെക്സ് പാർട്ടികൾ സംഘടിപ്പിക്കുകയായിരുന്നു ഈ ബിൽ ക്ലിന്റൺ മുതൽ ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരനും ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങും വരെയുള്ള നിരവധി പ്രമുഖർ ഈ ദ്വീപിലെ സന്ദർശകരായിരുന്നു എന്നും
1000-ഓളം പേജുള്ള കോടതി രേഖകളിലൂടെ ഇത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാവരും ഈ കോടതി രേഖകൾ പരാമർശിക്കുന്ന പ്രമുഖർ എന്ന് പറയപ്പെടുന്ന ഇവരെല്ലാവരും ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കോടതി രേഖകൾ പറയുന്നില്ല. അതേസമയം ജെഫ്രി എപ്സ്റ്റൈനുമായി ഇവർക്കെല്ലാവർക്കും വലിയ ബന്ധമുണ്ടായിരുന്നു. ആൻഡ്രൂ രാജകുമാരന് രാജകീയ പദവികൾ എങ്ങനെയാണ് നഷ്ടമായത്? ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ വിവാദ നായകൻ പ്രിൻസ് ആൻഡ്രൂ തന്റെ രാജകീയ പദവികൾ ഉപേക്ഷിച്ചതായിട്ട് ഒരു ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വരുന്നു. ഒക്ടോബർ മാസം 17-ന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് ഈ പ്രഖ്യാപനം വരുന്നു. രാജാവ് ചാൾസ് മൂന്നാമനുമായിട്ട് നടത്തിയ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ആൻഡ്രൂ തന്റെ ഡ്യൂക്ക് ഓഫ് യോർക്ക് പദവിയും ഓർഡർ ഓഫ് ദ ഗട്ടർ പദവി അടക്കമുള്ള ചില രാജകീയ ബഹുമതികളും ഒഴിവാക്കുകയാണ് ചെയ്തത്. പ്രിൻസ് ആൻഡ്രൂക്കെതിരെ വർഷങ്ങളായിട്ട് ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടതോടെ രാജകുടുംബം വലിയ വിവാദത്തിലുമായി. എപ്സ്റ്റീന്റെ ആത്മഹത്യക്ക് ശേഷം ആൻഡ്രൂക്കെതിരെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി വന്നു. വെർജീനിയ ജുഫ്രെ എന്ന സ്ത്രീയുമായിട്ടുള്ള ലൈംഗിക ബന്ധവും തുടർന്നുള്ള കോടതി വ്യവഹാരവും അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് മങ്ങലേൽപ്പിച്ചു. 2019-ൽ BBC-യോട് നൽകിയ അഭിമുഖം അദ്ദേഹത്തിന് തിരിച്ചടിയായി. പൊതുജനരോഷം ഉയർന്നതോടെ രാജകീയ ചുമതലകളിൽ നിന്നും അന്ന് തന്നെ അദ്ദേഹം പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ തീരുമാനവും അത് തന്നെയാണ്. രാജകുടുംബത്തിന്റെ മാന്യതയും ജനവിശ്വാസവും വീണ്ടെടുക്കുവാനുള്ള ശ്രമമായി പിന്നെ അതിനെ കാണപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പലരും ഈ ജെഫ്രി എപ്സ്റ്റീനുമായി ചേർന്നിട്ടുള്ള വിഷയങ്ങളിൽ ആൻഡ്രൂവിനെതിരെയാണെങ്കിൽ ന്യൂയോർക്കുകാരിയായിട്ടുള്ള വിർജീനിയ ജെഫ്രി ഉയർത്തിയ ലൈംഗിക പീഡന ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ചർച്ചയാക്കപ്പെട്ടു. ജെഫ്രിയുടെ മരണാനന്തരമായി പുറത്തിറങ്ങുന്ന ഓർമ്മ പുസ്തകത്തിൽ രാജകുമാരനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. നോബഡീസ് ഗേൾ എ മെമ്മോറിയൽ സർവൈവിംഗ് അബ്യൂസ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ജസ്റ്റിസ് എന്ന പേരുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ 2025 ഒക്ടോബറിലാണ് അത് പുറത്തു വന്നത്. ജെഫ്രിയുടെ ആത്മഹത്യക്ക് 2 മാസങ്ങൾക്ക് ശേഷമാണ് പുസ്തകം ഇറങ്ങുന്നത്. 2001-ൽ ആൻഡ്രൂ രാജകുമാരൻ താനുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു എന്ന പുസ്തകത്തിൽ വിർജീനിയ ജെഫ്രി വെളിപ്പെടുത്തുന്നു. 18 വയസ്സിന് മുൻപ് 3 തവണ ആൻഡ്രൂവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ആ പുസ്തകത്തിൽ വെളിപ്പെടുത്തലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന US സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള എപ്സ്റ്റൈൻ ലൈംഗിക അടിമയായി ഉപയോഗിച്ചു എന്നും ആൻഡ്രൂ പീഡിപ്പിച്ചു എന്നും ആരോപിച്ചതോടെയാണ് ജെഫ്രി പൊതുജന ശ്രദ്ധ നേടുന്നത്. 2001 മാർച്ചിൽ ലണ്ടനിൽ വെച്ചാണ് ആൻഡ്രൂവിനെ കണ്ടുമുട്ടിയത് എന്നും എന്നാൽ 65-കാരനായ ആൻഡ്രൂ ജെഫ്രിയുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയും കോടിക്കണക്കിന് ഡോളർ നൽകി നഷ്ടപരിഹാരം നൽകി വിചാരണ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികതയ്ക്ക് കടത്തിയതിന് വിചാരണ കാത്തിരിക്കുന്നതിനിടെ 2019-ൽ ന്യൂയോർക്ക് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത ആളാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ. എപ്സ്റ്റീന് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്തത് മാക്സ്വെല്ലിന് 2022-ൽ US-ൽ 20 വർഷത്തെ കഠിന തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 25-ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സ്വന്തം ഫാമിൽ വെച്ചാണ് ഈ ജെഫ്രി മരിച്ചതും. ജെഫ്രിക്ക് അമേരിക്കൻ ഓസ്ട്രേലിയൻ പൗരത്വം ഉണ്ടെങ്കിൽ കൂടിയും ആ മരണം ആഘോഷിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ജെഫ്രി എപ്സ്റ്റീൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? ഇന്ന് ഈ പദവികളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുമ്പോൾ ജെഫ്രി എപ്സ്റ്റീനും ആൻഡ്രൂ രാജകുമാരനും ഒക്കെ ചെയ്തത് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപും ചെയ്തത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവുമ്പോൾ ആ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുവാനുള്ള യോഗ്യത ഇന്ന് ഡൊണാൾഡ് ട്രംപിനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇംപീച്ച് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള വൃത്തികേടുകൾക്ക് കൂട്ടുനിന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ, പക്ഷേ ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തുവിട്ടത് ഡൊണാൾഡ് ട്രംപ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തുവിടാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നിസ്സഹായതയാണ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് താൻ ഇതിനകത്ത് നിരപരാധിയാണ് എന്ന് തെളിയിക്കുവാനുള്ള ശ്രമമാണ്. പക്ഷെ നടക്കില്ല. നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി രേഖകളിൽ വ്യവഹാരങ്ങളിൽ ഉണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നിങ്ങളും ഇതിനകത്ത് പ്രതിയാണ്. ആൻഡ്രൂ രാജകുമാരൻ ഏത് തരത്തിലാണോ ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ടത് അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും പങ്കില്ലേ എന്ന് പൊതുസമൂഹം ചോദിക്കും. അതുകൊണ്ട് താങ്കളെ പുറത്തുവിട്ട ഈ രേഖകളും റിപ്പോർട്ടുകളും താങ്കൾക്ക് തന്നെ ബൂമറാങ്ങാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച